വിശ്വവാണി ഒരുക്കുന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം. 1980 ആരംഭിച്ച ഒരു സുവിശേഷ മുന്നേറ്റ പ്രസ്ഥാനമാണ് വിശ്വവാണി. ഭാരതത്തിലുടനീളം 4449 പൂർണ്ണസമയ പ്രവർത്തകരാൽ 9116 ഗ്രാമങ്ങളിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത സദ്വാർത്ത ഈ നാളുകളിൽ ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. പതിവ് പോലെ ഈ വർഷവും ജൂലൈ മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഈ മഹാവ്യാധിയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയും രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സുവിശേഷ സംഘടനകൾക്കും സുവിശേഷകർക്കും വേണ്ടി ജൂലൈ മാസം 1-ാം തീയതി മുതൽ 24 മണിക്കൂർ തുടർച്ചയായി അനേകം ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. അതിന്റെ ഫലമായി അനേകം അത്ഭുതങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലും വിവിധ മേഖലകളിലും കാണുവാൻ ഇന്നിടയായിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവജനത്തെ ഒരുമിച്ച് ചേർത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളും പങ്കാളികൾ ആയിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കായും ആരാധനയ്ക്കായും തിരുവചന ശ്രവണത്തിനായി നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശ്വവാണിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ യൂട്യൂബ് പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മാസം 1-ാം തീയതി മുതൽ ഈ 30-ാം തീയതി വരെ നടത്തുന്ന പ്രാർത്ഥന ചങ്ങലയിൽ ഈ ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം ആളുകൾ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭാരതത്തിനു വേണ്ടി, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വലിയവനായ ദൈവം അനേക പ്രിയപ്പെട്ട ദൈവമക്കളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. ഇത് കാണുന്നവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശിൽ കൂടെ അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, ഈ യൂട്യൂബ് പ്രോഗ്രാമിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇത് കാണുന്നവരെയും ദൈവമേ നീ സഹായിക്കുകയും നിന്റെ കൃപയാൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് അനുഗ്രഹകരമായി തീരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിച്ചാട്ട്, ദൈവത്തിന്റെ കൃപയാൽ നിറച്ചാട്ട് കർത്താവേ, ദൈവമേ തുടർന്നുള്ള എല്ലാ പ്രോഗ്രാംസും ഏറ്റവും അനുഗ്രഹകരമായിട്ട് തീരുവാനായിട്ട് വലിയവനായ ദൈവം സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Asaad
ജൂലൈ 1 തൊട്ട് 31 വരെ വിശ്വവാണി പ്രാർത്ഥനാവാരമായി ആചരിക്കുകയാണ്. ഈ പ്രാർത്ഥനാവാരത്തിൽ വിശ്വവാണിയോടൊപ്പം പങ്കുചേരാൻ ദൈവം എനിക്കും ഭാഗ്യം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനും വിശ്വവാണിയുടെ ഒരു ഭാഗമാണെന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിശ്വവാണി പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നമുക്കറിയാം, പ്രാർത്ഥനയല്ലാതെ നമുക്ക് ഈ വലിയ രാജ്യത്തെ ഈ 132 കോടി ജനങ്ങളെ നേടാൻ സാധ്യമല്ല. 6,32,000 ഗ്രാമങ്ങളിൽ സുവിശേഷകരെ അയക്കുക, 1652 ഭാഷ സംസാരിക്കുന്നവരിടയിൽ സുവിശേഷകരെ അയക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ദുഷ്കരമുള്ളതാണെങ്കിലും എൻ്റെ കർത്താവിനൊരു കാര്യവും അസാധ്യമായിട്ടില്ലല്ലോ. ആകയാൽ കഴിഞ്ഞ നാളുകളിൽ വിശ്വവാണിയിലൂടെ എൻ്റെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു. നമുക്ക് ഈ നാളുകളിൽ ഈ പുതിയ സംരംഭം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശ്വവാണി ആഗ്രഹിക്കുന്നത് 2030 ആകുമ്പോഴത്തേക്ക് 1,00,000 ഗ്രാമങ്ങളിൽ സുവിശേഷകരെ അയക്കണം. സ്തോത്രം. 20,000 സുവിശേഷകരെങ്കിലും അതിന് വേണം. പ്രൈസ് ലോർഡ്. അതിനു വേണ്ടുന്ന സകല സാമഗ്രികളും, ഫണ്ട്, കാര്യങ്ങളെല്ലാം അതിനാവശ്യമാണ്. ഇതെല്ലാം പ്രാർത്ഥനയിലൂടെ നമ്മൾ നേടിയെടുക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ചേർന്ന് ഈ വലിയ വിഷയത്തെ ദൈവസന്നിധി സമർപ്പിക്കാം. നമ്മുടെ ദൈവത്തിനൊരു കാര്യവും അസാധ്യമായിട്ടില്ലല്ലോ. നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ വിശ്വവാണി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2030 ആകുമ്പോഴത്തേക്ക് 1,00,000 ഗ്രാമങ്ങളിൽ സുവിശേഷകരെ അയക്കുവാനുള്ള വിശ്വവാണിയുടെ ആ വലിയ ഹൃദയഭാരം ഞങ്ങൾ ഒന്നിച്ചേറ്റെടുത്ത് ദൈവസന്നിധി സമർപ്പിക്കുകയാണ്. 20,000 സുവിശേഷകരെ അയക്കണം. ഒറ്റയടിക്ക് അത് സാധ്യമല്ല. പല ഘട്ടങ്ങളിലൂടെ അത് ചെയ്യണം. ഓരോ മാസവും 100 കണക്കിന് കർത്താവ് വിവിധ ഭാഷ സംസാരിക്കുന്ന സുവിശേഷകരെ കണ്ടെത്തി ട്രെയിൻ ചെയ്ത് അയക്കാൻ ദൈവം അതിന് വഴികൾ ഒരുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ, കാട്ടുജാതിക്കാരുടെ ഇടയിൽ, കർത്താവ് വിവിധ ഗ്രാമവാസികളുടെ ഇടയിൽ, വിവിധ കർത്താവ് ഉന്നത കുലജാതരുടെ ഇടയിലൊക്കെ കർത്താവിൻ്റെ നല്ല ശുശ്രൂഷയ്ക്കായി ഈ കഴിഞ്ഞ നാളുകളിൽ നീ അവിടുന്ന് വേലയ്ക്ക് നിൻ്റെ മക്കളെ തിരഞ്ഞെടുത്ത് അയച്ചതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ദൈവമേ, ഇന്നുവരെയും നിന്നെ കേൾക്കാത്ത, നിന്നെ അറിയാത്ത, കർത്താവ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാത്ത ഈ ജനത്തിൻ്റെ അടുക്കിലേക്ക് യേശുവിനെ അറിയിക്കുവാൻ തക്കവണ്ണം കർത്താവ് ആത്മനിറവോട് അഭിഷക്തന്മാരെ അയക്കുവാൻ വിശ്വവാണി പ്രസ്ഥാനത്തെ നീ അവിടുന്ന് ഒരുക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അതിനു വേണ്ടുന്ന ഫണ്ട് ദൈവമേ ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ കണ്ടെത്തുവാൻ ദൈവം കൃപ ചെയ്യണം. അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ, മുഴങ്കാലിരിപ്പാൻ അനേക വിശുദ്ധന്മാരെ നീ അവിടുന്ന് ഒരുക്കണം കർത്താവേ. എൻ്റെ കർത്താവിന് വേണ്ടി യാഗം കഴിച്ച് എന്നോട് ഉടമ്പടി ചെയ്ത എൻ്റെ വിശുദ്ധന്മാർ എൻ്റെ അടുക്കൽ കൂടട്ടെ കർത്താവേ. നിൻ്റെ അടുക്കൽ കൂടി നിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിപ്പാൻ ഭക്തന്മാരെ നീ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വിശ്വവാണിയുടെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ നിൻ്റെ കരങ്ങളിൽ തരികയാണ്. നല്ല തീരുമാനങ്ങൾ സ്വർഗത്തോടൊപ്പം എടുത്ത് ആത്മനിറവോടെ ശുശ്രൂഷ ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എതിർപ്പുകൾ ഒരുപാടുണ്ടെങ്കിലും സ്വർഗമേ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ നീ നിൻ്റെ ശിഷ്യന്മാരെ അയച്ചു. അവരെല്ലാം സന്തോഷത്തോട് മടങ്ങി വന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഈ നാളുകളിൽ കർത്താവെ ഗ്രാമങ്ങളിലേക്ക് അയക്കുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടട്ടെ, കുരുടർ കാണട്ടെ, മുടന്തർ നടക്കട്ടെ, ഊമർ സംസാരിക്കട്ടെ, ബധിരർ കേൾക്കട്ടെ, മരിച്ചവർ ഉയർക്കട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയുടെ വ്യാപാരം വിശ്വവാണി പ്രസ്ഥാനത്തിലൂടെ നിറവേറപ്പെടുമാറാകട്ടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുക. അതിലധികമായി ചെയ്യുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ വിശ്വവാണി നീ ഒരുക്കണമെന്ന് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു കർത്താവേ. പാവപ്പെട്ട ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിയ നാളുകളിൽ ഹൃദയങ്ങളോട് വാദിക്കുമെന്ന് വിടപെടുമെന്ന് ഞങ്ങൾ അറിയിക്കുന്നു കർത്താവേ. നിന്നോട് എതിർക്കുന്ന ചില കർത്താവെ അധികാരികളെ നീ അവിടുന്ന് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസിനെ അവിടുന്ന് കർത്താവെ രൂപാന്തരപ്പെടുത്തിയതുപോലെ ഈ നാളുകളിൽ രൂപാന്തരപ്പെടുത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. വിശന്ന് മരിക്കാറായ കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ, കർത്താവെ, ഭാവി നഷ്ടപ്പെട്ട പാവപ്പെട്ട കുഞ്ഞുങ്ങളെയെല്ലാം ഈ വിശ്വാണി പ്രസ്ഥാനത്തിലൂടെ കണ്ടെത്തി നല്ല പൗരന്മാരായി രാജ്യത്തിന് ഉത്തമ പൗരന്മാരെ വളർത്തിയെടുക്കുവാൻ വിശ്വാണി നീ അവിടുന്ന് ഒരുക്കാൻ പോകുന്നത് ഓർത്ത് സ്തോത്രം. രാജ്യസ്നേഹികളായ മക്കളെ ക്രിസ്ത്യാൻ കർത്താവെ സമൂഹം ഒരുക്കിയെടുക്കുന്നത് പോലെ വിശ്വാണി നീ അതിനായി അവിടുന്ന് ശക്തിയോട് ആ സംഘടനയെ ബലപ്പെടുത്തുന്നത് ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു.
പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. നീ വരും നാളുകളിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നതോർത്ത് സ്തോത്രം. 2030 മുമ്പ് തന്നെ കർത്താവേ ഞങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുവാൻ നീ അവിടുന്ന് കൃപ ചെയ്യുന്നതോർത്ത് സ്തോത്രം. എല്ലാ മാനവും മഹത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശ്വവാണി പ്രവർത്തനത്തിൻ്റെ ജൂലൈ 1 തീയതി മുതൽ 31 തീയതി വരെ നടക്കുന്ന പ്രാർത്ഥനാ ചങ്ങലയിൽ എനിക്കും പങ്കാളിയാകുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില നാളുകളായിട്ട് വിശ്വവാണി പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് പങ്കെടുക്കുവാൻ ദൈവം കൃപ തരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് ബീഹാറിലെ ചില സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനും അവിടുത്തെ വേലകളെക്കുറിച്ച് നന്നായി അറിയുവാനൊക്കെ ദൈവം സഹായിച്ചു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് പറയുവാൻ ഈ സമയം വിനിയോഗിക്കട്ടെ. ദൈവകൃപയാൽ വിശ്വവാണിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ എല്ലായിടത്തും നന്നായി നടക്കുവാൻ ദൈവം കൃപ തരുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേകിച്ചുള്ള പ്രാർത്ഥനാ ദിവസത്തിൽ ചില വിഷയങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ സമയത്ത് നമുക്ക് അവസരമെടുക്കാം. വിഷയങ്ങളെക്കുറിച്ച് പറയുകയും എന്നോടൊപ്പം ചേർന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കട്ടെ. ഈ പറയുന്ന വിഷയങ്ങൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വവാണിയുടെ വിശ്വവാണി മിഷനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മിഷണറീസിനെ, ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വേല ചെയ്യുന്ന മിഷണറീസിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വിവിധ വില്ലേജസിനെയും അവിടെയുള്ള വിശ്വാസികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ വിശ്വവാണിയുടെ പ്രവർത്തനങ്ങളെ വിവിധ വിധത്തിൽ സ്പോൺസർ ചെയ്യുന്ന സ്പോൺസേഴ്സിനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബോക്സ് ഹോൾഡേഴ്സിനെ ഓർത്തുകൊണ്ടും മറ്റ് വിധങ്ങളിൽ ഡൊണേറ്റ് ചെയ്യുന്ന ഡോണേഴ്സിനെ ഓർത്തുകൊണ്ടും വോളണ്ടിയറായിട്ട് ഈ പ്രവർത്തനത്തെ സഹായിക്കുന്ന പലരുണ്ടല്ലോ, അവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രെയർ പാർട്ട്നേഴ്സിനെ ഓർത്തുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, വീണ്ടും തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്കൊരവസരം കൂടെ തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിശ്വാണിയുടെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, നിന്നെ മാനിച്ച് മഹത്വപ്പെടുത്തി കർത്താവ് നിൻ്റെ വേല ചെയ്യുവാൻ ഒരു കൂട്ടത്തെ നീ ഓടുന്ന് ഒരുക്കിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനോട് ചേർന്ന് പ്രവർത്തിപ്പാൻ അനേകം ജനങ്ങളെ നീ ഓടുന്ന് ഒരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഒഫീഷ്യൽ സ്റ്റാഫിനെയും മറ്റെല്ലാവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ അവിടുന്ന് ബലപ്പെടുത്തണം, സഹായിക്കണം. കർത്താവെ, കൂടുതൽ കൃപ കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ വില്ലേജുകളിൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വിശ്വാസികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നിലനിൽക്കുവാനുള്ള കൃപ കൊടുക്കണം. കർത്താവയുടെ വേല ചെയ്യുന്ന മിഷണറിമാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരെ നീ അവിടുന്ന് സഹായിക്കണം. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വേല ചെയ്യുവാൻ നീ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കർത്താവ് വിവിധ തലങ്ങളിൽ കർത്താവെ സപ്പോർട്ട് ചെയ്യുന്ന ഡോണേഴ്സിനെയും കർത്താവെ സപ്പോർട്ടേഴ്സിനെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടേതായ വിധത്തിൽ ഈ വേലക്കായിട്ട് കൊടുക്കുമ്പോൾ നീ അവരെ അനവധിയായി അനുഗ്രഹിക്കണം. അതിനുള്ള താല്പര്യത്തെ നീ അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ സഹായിക്കുന്നവരെ നീ അവിടുന്ന് കർത്താവെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളും കൃപയിൽ അവിടുന്ന് പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനു വേണ്ടി കർത്താവെ പിമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നീ അവിടുന്ന് കർത്താവെ കൃപകളും ദാനങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കണം. ഈ പ്രവർത്തനമായിട്ട് അധികമായി മുമ്പോട്ട് പോകുവാനും രാജ്യത്തിലെ ജനങ്ങൾ സുവിശേഷം അറിയുവാനും സ്നേഹത്തിലേക്ക് സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ നീ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസം കർത്താവെ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്ന എല്ലാവരെയും നീ അവിടുന്ന് അനുഗ്രഹിക്കുകയും കർത്താവെ ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുനാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈ ദിവസത്തിൻ്റെ വൈകിയ സമയത്തിനായിട്ട് സ്തുതിക്കുന്നു. വിശ്വാണിയോട് അനുബന്ധിച്ചുള്ള ബന്ധത്തിൽ കർത്താവേ, ഇതിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിശ്വാണി പ്രവർത്തനങ്ങളെല്ലാം അവിടുത്തെ തൃക്കരങ്ങളിൽ വെക്കുന്നു. കർത്താവേ, പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും പ്രവർത്തന സ്ഥലങ്ങളെയും കർത്താവേ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവേ ഈ സുശേഷവേല മുഖാന്തരം കർത്താവെ നിനക്കായിട്ട് ആദായപ്പെടുന്നതിന് കർത്താവെ നീ സഹായിക്കണമേ. കർത്താവെ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ പ്രദേശങ്ങളിലൊക്കെ സുവിശേഷ വേല ചെയ്യുമ്പോൾ കർത്താവ് ആരെന്ന് ഒരു പ്രാവശ്യം പോലും അറിയാത്ത ജനങ്ങളുടെ ഇടയിൽ ഘോഷിക്കുമ്പോൾ കർത്താവെ നിന്നെ കർത്താവിൻ്റെ രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് അനേകർ ദൈവസന്നിധിയിൽ കടന്നു വരുന്നതിനും
കർത്താവെ ആ നിത്യതയിൽ കാണപ്പെടുന്നതിനോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. പ്രവർത്തനങ്ങളെല്ലാം വാഴ്ത്തണമേ കർത്താവെ. ദൈവമേനയോളം നീ ഞങ്ങളെ ഓരോരുത്തരെയും സുരക്ഷിതരായിട്ട് കാത്തുപരിപാലിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ കോവിഡ് മഹാമാരിയാണ് കർത്താവെ. ജനങ്ങളെല്ലാം കർത്താവെ ഭാരത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഈ മഹാമാരി കർത്താവെ ഞങ്ങളുടെ ദേശത്ത് നിന്ന് കർത്താവെ നീ നിർമ്മാർജ്ജനം ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്റെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദേശത്ത് നിന്നല്ല, ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് കർത്താവെ, ഈ ഭൂലോകത്ത് നിന്ന് മുഴുവനുമായിട്ടും കർത്താവെ നീ നിർമ്മാർജ്ജനം ചെയ്യണം കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. സകലത്തിൻ്റെ മേലും അധികാരമുള്ള ഞങ്ങളുടെ കർത്താവെ, ഹല്ലേലൂയ, ഒരു വാക്ക് കൽപ്പിച്ചാൽ ഹല്ലേലൂയ കർത്താവെ ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഹല്ലേലൂയ. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നല്ലോ കർത്താവെ. നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ യേശുവേ. നിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു, ഞങ്ങൾ നിന്നെ അഭയം തേടുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. എന്നാൽ കർത്താവെ നീ ഞങ്ങളെ ഓരോരുത്തരെയും ക്ഷേമത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തു പരിപാലിക്കുന്ന കൃപയ്ക്കായിട്ട് ഹല്ലേലൂയ ഞാൻ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭാരത രാജ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ഈ വേലയെ അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവെ. ഈ വേലയ്ക്കായിട്ട് കർത്താവെ ചുമൽ കൊടുത്തിരിക്കുന്ന ഓരോരുത്തരെയും അധികമായിട്ട് കർത്താവെ നിന്റെ കൃപയാൽ കർത്താവെ അവിടുന്ന് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ നിന്റെ പ്രാർത്ഥിക്കുന്നു. ഓരോ കർത്താവെ രോഗം ഏൽക്കാതെ വേണം കർത്താവെ. നിന്റെ കുഞ്ഞുങ്ങളെല്ലാം നിന്റെ കരത്തിൽ കീഴിൽ കർത്താവ് സുരക്ഷിതരായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കോവിഡ് മഹാമാരിയിൽ നിന്ന് കർത്താവ് പരിധിയാൽ അനേകർ കർത്താവെ ഭവനങ്ങളിലും ആശുപത്രികളിലൊക്കെ ആയിരിക്കും കർത്താവെ. അവർക്കൊക്കെ പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തോട് ഞങ്ങളോട് കരുണ കാണിക്കണം കർത്താവെ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം കർത്താവെ നിന്റെ നാമമഹത്വത്തിനും തിരുരാജ്യത്തിൻ്റെ കെട്ടുപണിക്കുമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഓരോ കാര്യങ്ങളും ഓരോ പ്രവർത്തകരെയും കർത്താവെ പേരായിട്ട് നിന്റെ കരങ്ങളിൽ വെക്കുക കർത്താവെ. അവരെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ 3-ാം തരംഗത്തിൽ നിന്ന് കർത്താവെ ദൈവമേ ഞങ്ങളുടെ ദേശത്തെ എല്ലാം കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെ ഈ ഭൂമുഖത്തെ മുത്തുമായിട്ട് കർത്താവെ നീ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നു. നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അപ്പോൾ അവിടുന്ന് സർവശക്തനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനും മനുഷ്യർക്ക് സാധ്യമാക്കുന്നതുമായ ദൈവം അവിടുന്ന് ആയിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ വെക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രാജ്യത്തെ നിന്റെ കരങ്ങളിൽ വെക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രവർത്തകരെ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ വെക്കുക കർത്താവെ. നീ ഉണ്ടെങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് ഭയപ്പെടാനായിട്ടില്ലല്ലോ. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം വേണ്ടി ഞാൻ നിന്നെ താങ്ങുമെന്നുള്ള അത്ഭുതകരമായ ശബ്ദം കേട്ടുകൊണ്ട് കർത്താവെ ഈ ലോകത്തിലെ ഭയം കൂടാതെ യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്റെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ മുറ്റുമായിട്ട് നിന്റെ കരങ്ങളിൽ വെക്കുന്നു കർത്താവെ. ദൈവമേ സമസ്ത കാര്യങ്ങളും നിന്റെ കരങ്ങളിൽ വെക്കട്ടെ. സലമാനവും മഹത്വവും അവിടെ നിന്ന് എടുക്കണമേ. യേശുവിൻ നാമത്തിൽ ഏതോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ.
ഊഹിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോ നീ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇന്നത്തെ ചുരുങ്ങിയ സമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് നാം ഇപ്രകാരം ക്രമീകരിച്ചിരിക്കുന്ന ഈ മീറ്റിംഗിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 17-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് നാം അവിടെ വായിക്കുന്നത്: കപടമില്ലാത്ത അധരത്തിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ദൈവമേ നീ എവിടുന്ന് ചെവിക്കൊള്ളണമേ. കപടമില്ലാത്ത അധരത്തിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കണമേ. ഇന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. പ്രാർത്ഥന ദൈവം ശ്രവിക്കണമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ അത് പുറപ്പെടുന്നത് കപടമില്ലാത്ത അധരത്തിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം. ഈ സങ്കീർത്തനം 17-ാം സങ്കീർത്തനം എഴുതിയത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് എന്നതിന്റെ തലക്കെട്ടിൽ തന്നെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. ദൈവജനം ആരാധനയ്ക്ക് ഒത്തുകൂടുമ്പോൾ പാടുവാൻ വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് സങ്കീർത്തനങ്ങൾ. മനുഷ്യന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. 17-ാം സങ്കീർത്തനം ഇത് ദാവീദിന്റെ ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. തലക്കെട്ടിൽ തന്നെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രാർത്ഥനാ സങ്കീർത്തനം എന്ന തലക്കെട്ടോട് കൂടി പറഞ്ഞിരിക്കുന്ന 5 പ്രാർത്ഥനാ സങ്കീർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 90-ാം സങ്കീർത്തനം അത് മോശയുടെ ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. 102 അരിഷ്ടന്റെ ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ ദുഃഖം അനുഭവിക്കുന്നവന്റെ, വേദന അനുഭവിക്കുന്നവന്റെ ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. 142, 86 ഇത് ദാവീദിന്റെ പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. 17 ദാവീദിന്റെ ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. ഏതു പ്രാർത്ഥനയ്ക്കും ഒരു കാരണമുണ്ട്. കാരണമുണ്ടെങ്കിൽ ഏറെ പ്രാർത്ഥിക്കും, ഏങ്ങലടിച്ച് പ്രാർത്ഥിക്കും, ഏറെ പേരോട് പറഞ്ഞു പ്രാർത്ഥിക്കും. അത് മനുഷ്യന്റെ ഒരു സ്വാഭാവികമായ ഒരു ഗുണമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ നിശ്ചയമായും അനേകരോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മൾ താല്പര്യം കാണിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മോട് ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഒരു കാരണവും ഇല്ല എങ്കിൽ പോലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവവചനം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ദൈവം ലോകത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ്
പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഒരു വിഷയത്തിന് പോലും മറുപടി ലഭിക്കാതെ പോകുകയില്ല എന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെയായി. യേശുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് നടക്കുന്നതായ ചില സംഭവങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ശിഷ്യന്മാരോടൊപ്പം അവിടെ എത്തിയ യേശു അവരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി വീഴുവാനായിട്ടിടയായി തീർന്നു. എന്തുകൊണ്ടാണ് യേശുവിന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെയായി തീരുവാൻ ഇടയായി തീർന്നത്? കാരണം നാളെ താൻ ക്രൂശിക്കപ്പെടുവാനായിട്ട് പോകുകയാണ്. നാളെ നമുക്കൊരു ക്രൂശ് ഉണ്ടെന്ന് നമുക്ക് ഓർമ്മ വന്നാൽ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ വിയർപ്പുകൾ രക്തത്തുള്ളികളായി മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. ഒരു ഡോക്ടർ പറയുകയാണ്, നാളത്തെ സ്കാനിങ്ങിന്റെ റിസൾട്ട് വന്നതിന് ശേഷമേ നിങ്ങളുടെ രോഗം എന്താണെന്ന് സ്ഥിരീകരിക്കുവാൻ പറ്റൂ എന്ന് ഒരു ഡോക്ടർ പറഞ്ഞാൽ, തലേ രാത്രിയിലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ വിയർപ്പ് രക്തത്തുള്ളികളായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. ജീവിതത്തിൽ നാളെ നാം അഭിമുഖീകരിക്കുവാൻ പോകുന്ന നമ്മുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണെങ്കിൽ, ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞതായിരിക്കുന്ന ഒരു വിഷയത്തെ നാം അഭിമുഖീകരിക്കുവാൻ പോകുകയാണെങ്കിൽ അറിയാതെ തന്നെ നമ്മുടെ വിയർപ്പുകൾ രക്തത്തുള്ളികളായി മാറുവാൻ ഇടയായിത്തീരും. എന്നാൽ നാളെ നമുക്ക് കുരിശില്ലെങ്കിൽ നാം സുഖമായിട്ട് കിടന്നുറങ്ങും. നാം വായിക്കുന്നത് പത്രോസും കൂട്ടരും സുഖമായി കിടന്നുറങ്ങി. കാരണം അവർക്ക് നാളെ മല കയറാനില്ല, അവർക്ക് നാളെ ക്രൂശിനെ അഭിമുഖീകരിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുവാൻ പോകുന്ന വേദന ഓർക്കുമ്പോൾ അറിയാതെ പോലും നാം കരഞ്ഞു പോകുമെന്ന് വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറഞ്ഞത്, ഈ വായിച്ച ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ഇഷ്ടം പോലെയാകട്ടെ. ഈ ക്രൂശീകരണം ഞാൻ വഹിക്കണം എന്നുള്ളത് പിതാവേ നിന്റെ ഇഷ്ടമാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, അത് ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് ഇവിടെ യേശു കർത്താവ് ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ അപേക്ഷിക്കുകയാണ്. ജീവിതത്തിൽ ഇവിടെ വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ്, നിന്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം പ്രാർത്ഥിക്കുവാൻ വേണ്ടി നാം ഒരുങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ എങ്ങനെയായിരിക്കണമെന്നാണ് സങ്കീർത്തനത്തിൽ നാം വായിച്ചത്. നീ പ്രാർത്ഥിക്കേണ്ടത് കപടമില്ലാത്ത അധരത്തിൽ നിന്നായിരിക്കണം. അപ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇവിടെ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, അവന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, ശുദ്ധിയുള്ള അധരത്തോടുകൂടി, ശുദ്ധിയുള്ള കപടമില്ലാത്ത അധരത്തോടുകൂടി ദൈവത്തോട് നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയാകുന്നെങ്കിൽ എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം, ആരും നശിച്ചു പോകരുത്. നശിച്ചു പോകുന്നവർക്ക് വേണ്ടി നമ്മിൽ എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകുവാൻ ഇടയാകരുത്, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. നശിച്ചു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് എത്ര പേർക്ക് കഴിയുന്നു? ഇന്ന് ഭാരതത്തിന്റെ വിവിധ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനേകം ആളുകൾ സത്യം എന്തെന്നറിയാതെ, യേശുവാരെന്നറിയാതെ, സമാധാനം എന്തെന്നറിയാതെ ദിനംതോറും നശിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അപ്പോൾ പ്രാർത്ഥിക്കുന്നവനൊരു പ്രാഗൽഭ്യം ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്ന എൻ്റെ അധരം കപടമില്ലാത്തതാണ്, പ്രാർത്ഥിക്കുന്ന എൻ്റെ അധരം
ശുദ്ധമാണ് എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ കൊണ്ട് കഴിയണം. നാം വായിച്ച ഭാഗത്തേക്ക് മടങ്ങി വരുമ്പോൾ സങ്കീർത്തനം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു. ഇവിടെ പറയുന്നു, എൻ്റെ അധരം കപടമില്ലാത്ത എൻ്റെ അധരത്തിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ കേൾക്കണം. അത് മാത്രമല്ല 1-ാമത്തെ വാക്യത്തിൽ വീണ്ടും നാം വായിക്കുന്നു, എൻ്റെ ശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തെ നീ ശോധന ചെയ്യണമേ, എൻ്റെ ശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുന്ന ദൈവമക്കൾ 2 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്ന്, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ അധരം കപടമില്ലാത്തതായിരിക്കണം. 2, പ്രാർത്ഥിക്കുന്ന എൻ്റെ ഹൃദയം ശുദ്ധമുള്ളതായിരിക്കണം. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നാണ് വേദപുസ്തകത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഹൃദയശുദ്ധിയുള്ളവരായി, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കൊള്ളാവുന്നവരായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ഞാനും നിങ്ങളും മുട്ടുമടക്കിയാൽ നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. നാളെ നമുക്കൊരു ക്രൂശ് ഉണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ വിയർപ്പുകൾ രക്തത്തുള്ളികളായി മാറുവാൻ ഇടയായിത്തീരും. നാളെ നാം ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുവാൻ പോകുകയാണെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ അറിയാത്ത ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. അങ്ങനെയാകുന്നെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം വായിച്ചതുപോലെ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തോടെ, ശുദ്ധിയുള്ള ഹൃദയത്തോടെ, കപടമില്ലാത്ത അധരത്തോടെ ഞങ്ങൾ എന്തപേക്ഷിച്ചാലും അത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തരുമെന്ന് പറഞ്ഞവനാകുന്ന കർത്താവെ, നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്താണ് നിന്റെ ഇഷ്ടം? എല്ലാവരും രക്ഷിക്കപ്പെടണം, സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം, ആരും നശിച്ചു പോകരുത്. ആ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഇന്ന് എന്നെയും നീ സഹായിക്കണമേ എന്ന് നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയുമോ? ആരും നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും ദൈവത്തെ അറിയണം, എല്ലാവരും യേശു ആരാണെന്ന് മനസ്സിലാക്കി അവന്റെ ഇടത്തേക്ക് അടുത്തു വരുവാൻ ഇടയായിത്തീരണം. അങ്ങനെ ആയിത്തീരുവാൻ ദൈവമേ എല്ലാവരെയും നീ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ? പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആദ്യം അവരവരുടെ ഹൃദയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണം. എൻ്റെ ഹൃദയം ശുദ്ധമാണോ? ശുദ്ധിയുടെ ഹൃദയത്തോടു കൂടിയാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? അരുതാത്തതൊന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് നമുക്കൊരു ഉറപ്പുണ്ടാകണം. അരുതാത്തതൊന്നും എൻ്റെ നാവിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ഒരു ഉറപ്പുണ്ടാകണം. ഭക്തിയുടെ മറവിൽ കാണിക്കുന്ന കാപട്യം അത് ദൈവം ഏറ്റവും അധികം വെറുക്കുന്നതായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവം എങ്ങനെ ഇരിക്കുന്നു എന്ന് നാം ഒന്ന് സ്വയശോധന ചെയ്യണം. പള്ളിയിൽ വരുമ്പോഴുള്ള ഭക്തിയാണോ നാം ചന്തയിൽ ചെല്ലുമ്പോൾ കാണിക്കുന്നത്? പള്ളിയിൽ വരുമ്പോൾ കാണിക്കുന്ന ഭക്തിയാണോ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം താമസിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നത്? അവരവരുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറയുന്നത് അവൻ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും പറയുന്നു. ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, നീ എവിടെ പാർക്കുന്നു? കർത്താവ് പറഞ്ഞു, കം ആൻഡ് സീ, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നെ കാണുന്ന ഇതേ സ്വഭാവം തന്നെ ആയിരിക്കും, ഈ ഞാൻ തന്നെ ആയിരിക്കും ഞാൻ പാർക്കുന്ന ഇടത്ത് എന്നെ വന്ന് കണ്ടാലും. അതുകൊണ്ട് നിങ്ങൾ വന്ന് കാൺമീൻ എന്ന് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. യേശു ആരെന്ന് അറിയണമെങ്കിൽ അവനായിരിക്കുന്ന സ്ഥാനത്ത് അവനെ ചെന്ന് കാണുവാനായിട്ട് നമുക്കിടയാകണം. അതുപോലെ തന്നെ നമുക്കും പറയാനിടയാകണം, എൻ്റെ ഹൃദയം ശുദ്ധമാണ്, എൻ്റെ അധരങ്ങൾ കപടമില്ലാത്തതാണ്. ഈ കപടമില്ലാത്ത അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ പ്രാർത്ഥനയെ നീ ശ്രദ്ധ വെച്ച് കേൾക്കണമേ എന്ന് പറയുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. നേഷന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് സ്തോത്രം ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 1 തിമോത്തി 2:1 മുതൽ 3 വരെയുള്ള ഭാഗം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അവൻ സകല മനുഷ്യർക്കും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെയും പരിജ്ഞാനത്തിലും എത്തുവാനും ഇച്ഛിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ,
സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയെടുത്ത് വരുവാൻ വിശുവാണിയുടെ ബന്ധത്തിൽ പ്രാർത്ഥനയിലായിരിക്കാൻ തന്ന കൃപയ്ക്കാണ് സ്തോത്രം. നേഷനെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഓരോ രാജ്യങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം. ഈ രാജ്യവും ഇതിൽ വസിക്കുന്നവരും അവിടുത്തെ സൃഷ്ടികളാകുന്നു എന്നടികൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന സ്തോത്രം ഞങ്ങൾക്ക് വസിപ്പാനും ഹല്ലേലൂയ സ്തോത്രം. നീ അവിടുന്ന് ദാനമായി തന്ന ഈ രാജ്യത്തെയും സ്തോത്രം ലോകരാജ്യങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിൽ വസിക്കുന്ന ജനത്തെ സമർപ്പിക്കുന്നു. ഇതിനെ ഭരിക്കുന്ന നേതാക്കന്മാരെയും സ്തോത്രം ചെയ്യുന്നു. ഭരണകർത്താക്കളെ എല്ലാം തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദേശത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരസ്പര ശത്രുതയിൽ കഴിയുന്ന രാജ്യങ്ങളെ സ്തോത്രം ഒന്നിച്ച് സമാധാനയിലും സന്തോഷത്തിലേക്കും വരുവാൻ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ചൈനയെ പോലുള്ള വൻകിട രാജ്യങ്ങളെ മറ്റ് രാജ്യങ്ങളെ നശിപ്പിക്കാനായിട്ട് കൊറോണ പോലെയുള്ള വൈറസുകളെ ഉൽപ്പാദിപ്പിച്ച് സ്തോത്രം അയക്കുന്ന അന്തരീക്ഷത്തിൽ ശത്രുത മനോഭാവത്തോടുള്ള ഒരു ജീവിതം നയിക്കുന്ന അനുഭവത്തിൽ കർത്താവിനൊരു വ്യതിയാനത്തിന് വേണ്ടി നമുക്ക് സ്തോത്രം പ്രാർത്ഥിക്കാം. സ്തോത്രം. അതുപോലെ തന്നെ കർത്താവ് കൊറോണവാദം മൂലം വ്യാധി മൂലം കർത്താവ് ഭാരപ്പെടുന്ന ജനത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്നുള്ളൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ കേരളത്തിലെ സ്തോത്രം ചെയ്യുന്നു. കൊറോണയുടെ TPR റേറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ മൂന്നാം തരംഗത്തിൻ്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നു. വകഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എല്ലാത്തിൽ നിന്നും ലോകരാഷ്ട്രങ്ങളെ പിടിവിച്ച സമാധാനകരമായ അന്തരീക്ഷത്തിൽ കർത്താവെ മുന്നേറുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവികമായിട്ട് അവിടെ ഉയർന്ന നിലവാരം പുലർത്തുന്നതിനും സാധാരണ രാജ്യങ്ങളെ സ്തോത്രം സ്നേഹിപ്പാനും അവർക്ക് ആവശ്യമായിട്ട് കരുതൽ കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങളിലെ ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലാത്ത രാജ്യങ്ങളെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്റെ ആത്മാവ് അവരിൽ പ്രവർത്തിക്കണമേ സ്തോത്രം ചെയ്യുന്നു. എല്ലാ രാജ്യങ്ങളും ക്രിസ്തുവിനെ അറിയുന്നവരായി ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ തക്ക ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. സാധാരണ ഗരീബ് അവസ്ഥയിലായിരിക്കുന്ന സ്തോത്രം ദരിദ്രാവസ്ഥയിലായിരിക്കുന്ന രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അത്ഭുത വിടുതൽ, അത്ഭുത സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത രാജ്യങ്ങളെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് സമാധാനത്തെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. പലവിധമായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സ്തോത്രം തകർന്ന് താളടിയായിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അവരെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുക. പ്രത്യേകിച്ച് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളെ നീ അറിയുന്നുണ്ടല്ലോ സ്തോത്രം. അവിടെ ഒരു സമാധാനം നിലനിർത്തുവാൻ തക്കണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ എല്ലാവരും പൊതിഞ്ഞാട് ക്രിസ്തുവിൻ്റെ രാജ്യം സ്തോത്രം എത്രയും വേഗം പുതലത്തിൽ എങ്ങും നിറവേറുവാൻ തക്കം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രണ്ടാം വരവിനായ ഘടികളോ നോക്കി പാർക്കുമ്പോൾ ഒരുക്കത്തോടും സ്തോത്രം വിറയലും വിനയത്തോടും കൂടി ആയിരിക്കാൻ ഇടങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ എല്ലാവരും പൊതിഞ്ഞാട് എല്ലാവിധ നന്മളെ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൽ ലോകത്തിൻ്റെ ഓരോ മൂലയിലും ഓരോ സ്തോത്രം ഗ്രാമങ്ങളിലും ഓരോ വ്യക്തി ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലില്ലാതെ ഈ ലോകം കർത്താവേ നിനക്ക് പ്രസാദകരമായിട്ടുള്ള ലോകമായി തീരുകയില്ലല്ലോ. നിന്റെ രാജ്യത്തിന് സ്തോത്രം വേണ്ടി പ്രാർത്ഥിപ്പാൻ, നിന്റെ നാമത്തിന് വേണ്ടി നിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിലനിൽപ്പാൻ ഞങ്ങളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നല്ലോ. സൃഷ്ടികളായിട്ട് കർത്താവെ ഞങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ അറിയാതെ നിന്നെ ദൈവമായിട്ടുള്ള സംസർഗമില്ലാതെ ജീവിക്കുന്ന ജനങ്ങളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുക. എത്രയും വേഗത്തെ കർത്താവെ ദൈവമായിട്ടുള്ള സംസർഗത്തിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം സ്വർഗം അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാട് എല്ലാവിധ നന്മളെ കൊണ്ട് നിറയ്ക്കണമെന്ന് സകലത്തിനും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം സമയം നമുക്ക് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനുഗ്രഹീതമായ ദൈവവചനം കേൾക്കുവാനും കർത്താവ് കൃപ നൽകിയതുകൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ സെഷൻ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ജൂലൈ മാസം വിശുവാണി ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളായിരുന്നു. നാഷണൽ മന്ത് ഓഫ് പ്രയർ മോഡൽ ബന്ധത്തിൽ ഓരോ ദിവസവും നമുക്ക് വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യുവാൻ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകി. ഈ പ്രാർത്ഥനയിൽ പങ്കാളികളായ ഓരോ ദൈവദാസന്മാരെയും വിശുവാണി സഹാരികളെയും പ്രാർത്ഥനാ പോരാളികളെയും വാത്സല്യ കുടുംബാംഗങ്ങളെയും
പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. വിഷയങ്ങൾക്കായി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 10:18 ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു, അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ സമാധാനം നൽകുന്ന, ഉറപ്പ് നൽകുന്ന, ശ്രദ്ധ വെച്ച് ചെവി ചായ്ച്ച് ഉത്തരമരുളുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണല്ലോ. അങ്ങ് ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ദൈവമാകയാൽ സ്തോത്രം. കർത്താവേ, ഇന്ന് പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളിലും ദൈവം പ്രവർത്തിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിശുവാണി ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. കർത്താവ്, ഒരു മാസം ദേശീയ പ്രാർത്ഥനാ മാസമായി നടത്തപ്പെടുവാൻ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ ദൈവജനത്തെ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ്, ഈ സമയത്ത് വീണ്ടും ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്ത് ജനങ്ങൾ കഷ്ടവും ദുഃഖവും പ്രയാസവും അനുഭവിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് സമാധാനം ഉണ്ടാകണം. ഭാരതത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അധിവസിക്കുന്ന ഭാരത മഹാരാജ്യത്തോട് കർത്താവ് കരുണ ചെയ്യണമേ. കർത്താവ്, ദേശത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ഭരണാധിപന്മാരെ കർത്താവെ കൃപയാൽ നിറയ്ക്കണമേ. കർത്താവ്, നീതിയോടും കർത്താവെ വിശ്വസ്തയോടും കൂടി ഭരിക്കുവാൻ ഓരോരുത്തർക്കും കർത്താവ് കൃപ നൽകണമേ. കർത്താവെ, ഇന്ന് ഈ പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. മനം തകർന്നവരെ ആശ്വസിപ്പിക്കണമേ. ജീവിതത്തിൽ വിവിധ ആവശ്യങ്ങളിരിക്കുന്നവരെ കർത്താവ് സഹായിക്കണമേ എന്ന് പിതാവെ ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ദേശത്തുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുവാണി ശുശ്രൂഷകളെ ഇത്രത്തോളം അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ നാഷണൽ ലീഡേഴ്സ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ മിഷണറിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവർ പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹായികളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. മറ്റ് സുവിശേഷ സംഘടനകൾക്കായി, പ്രസ്ഥാനങ്ങൾക്കായി, ഞങ്ങളുടെ സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വിശേഷിച്ച് ഈ മഹാമാരിയുടെ മുമ്പിൽ കർത്താവ്, ജനം ഏറ്റവും പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നല്ലോ. കർത്താവെ, ഈ മഹാമാരിയിൽ നിന്ന് വിടുവിക്കണമേ. കോവിഡിന്റെ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് ദൈവം അനുവദിച്ചാൽ ഞങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കണം, സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കണം. കർത്താവെ, രോഗത്തെ കർത്താവ് അകറ്റണമേ. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കേട്ട വചനത്തിനു മുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവ്, തുടർന്നും ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, വ്യാപരിച്ച എല്ലാ ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ.